അതാ നോക്കൂ മുറ്റത്തൊരു മൈന. അഭിലാഷ്, സുനിമോൾ, സുചിത്ര ആൻഡ് സുനിത ചേച്ചി. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ തുറന്നു കഴിഞ്ഞാല് നിങ്ങളുടെ വീഡിയോസ് മാത്രം കാണാനുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു ഇത് തന്നെ ഈ ഒരു മേഖലയിലേക്ക് തന്നെ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നേ? എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ്. നീയും ബിഗ് ബോസിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അവരോട് ചെറിയ ഐഡിയ പറഞ്ഞപ്പോ നമ്മള് അല്ലെ അങ്ങനെ ചെയ്തു പോയി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പക്ഷെ 2-3 ദിവസത്തേക്ക് വീട്ടിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അത് കയ്യിലിരിപ്പിന്റെയാ. പക്ഷെ ബിഗ് ബോസിൽ ഇനിയും വരുമെന്ന് പ്രതീക്ഷയുണ്ട് കേട്ടോ. നടക്കണ കാര്യം വല്ല പറയടാ. സുനിമോളായാലും ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണം. നമുക്ക് അതിനുള്ളിൽ ചെയ്യാൻ വേണ്ടിട്ടോ സമൂഹത്തിനോട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെയുള്ളത് എന്താണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പറഞ്ഞു, കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പച്ചത്തെറി വിളിക്കും, പച്ചത്തെറിയേക്കും. തെറി എന്ന് പറഞ്ഞാൽ പുളിച്ച തെറിയേക്കും. താല്പര്യം അപ്പൊ അതൊന്നും വിഷയമല്ല, നോ പ്രോബ്ലം, ഓക്കെ ശരി. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്നെ ഒന്ന് കറക്കൂ, ആയിക്കോട്ടെ കറക്കാം. അല്ല അവര് 20 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ചായ വാങ്ങിയ, പക്ഷെ പുള്ളിക്കാരി കൊടുത്തില്ല. അതിന്റെ ഒരു വഴക്കുണ്ട്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. അതിനുശേഷം ഞാൻ 6 പടം ചെയ്തു. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. ഇപ്പൊ എനിക്ക് അവസരങ്ങൾ കൂടി വരുക. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? ചേച്ചി എടുത്തു പൊക്കാൻ വേണ്ടിട്ടൊക്കെ നിന്ന് കൊടുക്കുന്നേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ചേച്ചി അതില് ഇറങ്ങാൻ നോക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എന്റെ കവളിൽ ഒരു ഉമ്മ തന്നില്ലേ ചേച്ചി? ഫേസ് കൊണ്ട് ഇങ്ങനെ ചെല്ലുമായിരുന്നു. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. ചേട്ടൻ ഈ എല്ലാവരും എടുത്ത് പൊക്കുന്ന എന്തിനാ ചേട്ടാ? ഒരു മനസുഖം. ഒറ്റ ചാനലിൽ അബദ്ധം പറ്റി, രണ്ടാമത്തെ ചാനലിൽ അബദ്ധം പറ്റരുത്. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്. ഞാൻ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്ന്, മോളെ ഇങ്ങനെയുള്ള വീഡിയോ തന്നെ ചെയ്യണം, എനിക്കിഷ്ടമാണ്, ഞാൻ നല്ല ലൈക്കും കമന്റും ചെയ്യുന്നത്. ചിലപ്പോ നിങ്ങളുടെ യൂണിവേഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളായിരിക്കും. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കിടണ്ട. നമ്മൾ നാറി, ശരിക്കും നാറി.